ഗൈസ് ഇപ്പൊ ഈയൊരു തന്നെ ഈ ഒരു പേപ്പറിനകത്ത് കുറെ കളറെല്ലാം വെച്ച് കിലോ ചിത്രശലത്തിന് വരച്ചെടുക്കുന്നത്. ഗൈസ് ഇപ്പൊ സാധനം വെറൈറ്റി ആയിട്ടല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ് നമ്മളെ ചിത്രശലത്തിന് വരയ്ക്കാൻ വേണ്ടി നമ്മളെ പേപ്പറും കളറും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഈ ഒരു പേപ്പർ നമുക്ക് രണ്ടായിട്ട് മടക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പേപ്പർ നമ്മൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു പെയിന്റ് നമുക്ക് തുള്ളിയായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെന്നുള്ള കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കളറിന് നമുക്ക് ചുവപ്പ് കളർ എടുത്ത് നമ്മൾ ഈ ഒരു പേപ്പറിലോട്ട് തുള്ളിയായിട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ചുവന്ന കളർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ നീല കളർ വെച്ചു കൊടുക്കാം. ഇനി നമ്മളെ ഓറഞ്ചും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം. അവസാനമായിട്ട് നമ്മളെ കറുപ്പും കൂടി വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ കളറെല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച ശേഷം നമ്മളെ ബട്ടർഫ്ലൈനെ നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പെയിന്റ് എല്ലാം വരച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ചിത്രശലഭം പോലെ ആയില്ലോ നോക്കാം. ഗൈസ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. എന്തുട്ട സാധനം ഗൈസ്, ഇപ്പൊ കണ്ട വീഡിയോയില് ചിത്രശലഭം ആയില്ലേലും എവിടെയൊക്കെ ഒരു ചിത്രശലഭത്തിന്റെ ചിറകില്ലേ ഇല്ലേ?